DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജെയിംസ് പന്തമാക്കൽ രംഗത്ത്. സ്ഥാനാർത്ഥിത്വത്തിനും ഭാരവാഹിത്വത്തിനും പണം വാങ്ങുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ജെയിംസ് പന്തമാക്കൽ ഉയർത്തുന്നത്. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് ആരോപണം. DCC വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായും ഇനി മുതൽ കോൺഗ്രസിന്റെ അച്ചടക്കമുള്ള നേതാവായി തുടരുമെന്നും ജെയിംസ് പന്തമാക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധിയുണ്ടായിരുന്നു. 7 സീറ്റുകൾ വേണമെന്ന് DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ആവശ്യപ്പെട്ടുവെങ്കിലും 4 സീറ്റുകൾ മാത്രമാണ് നൽകിയത്. ഇതിൽ ഒരാൾക്കാണ് ചിഹ്നം അനുവദിച്ചത്. പിന്നാലെയാണ് DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ അഴിമതി ആരോപണവുമായി ജെയിംസ് പന്തമാക്കൽ എത്തിയത്. DCC വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായും ഇനി മുതൽ കോൺഗ്രസിന്റെ അച്ചടക്കമുള്ള നേതാവായി തുടരുമെന്നും ജെയിംസ് പന്തമാക്കൽ അറിയിച്ചു. DCCയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരോട് പറയാനുള്ളത്, പാർട്ടി ഇവിടെ കാസർഗോഡ് ജില്ലയിൽ കാലാകാലങ്ങളായി നിയമസഭാ സീറ്റുകളിൽ വിജയിക്കാത്തതിൻ്റെ കാരണം ജില്ലയിൽ ആർജവമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നമുക്കറിയാം, കൊല്ലത്തു നിന്ന് വന്ന പ്രിയപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ 2 പ്രാവശ്യം വിജയിച്ചു. 2ാമത്തെ പ്രാവശ്യം വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. പാർട്ടിക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ തൃക്കരിപ്പൂരും ഉദുമയും കാഞ്ഞങ്ങാടിലും കോൺഗ്രസ്സിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കണം. കാരണം കാസർഗോഡ് ജില്ലയിൽ DCCയെ നയിക്കുന്നത് PK ഫൈസലാണ്. PK ഫൈസലിലേക്ക് എത്തുമ്പോൾ മുമ്പൊരു വണ്ടിക്കൊക്കെ കേസുണ്ടായിരുന്നു. തൃക്കരിപ്പൂരിൽ KM മാണിയുടെ മരുമകൻ ഒരു പണം ഇടപാട് നടത്തിയിരുന്നു. ചെറിയ പൈസ പുള്ളി തിരിച്ചു കൊടുത്തു. പക്ഷേ 5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്തു. ആ വണ്ടിച്ചക്ക് കേസ് തീർത്തത് ഈസ്റ്റ് എളേരിയിലെ പണം കൊണ്ടാണ്. കാരണം അന്നാണ് ഈ പറയുന്ന വിപ്പ് ലംഘനം നടന്നത്. വിപ്പ് ലംഘിച്ചാൽ എന്ത് ചെയ്യണം? DCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വിപ്പായത്. ഈ വിപ്പിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നോട്ടീസ് വിപ്പ് ലംഘിച്ചവർക്ക് കൊടുക്കണം. നോട്ടീസ് കൊടുക്കുക മാത്രമല്ല, അച്ചടക്ക നടപടി എടുക്കണം. അപ്പോൾ നോട്ടീസ് കൊടുക്കാത്തതിന് കാരണം ഈ 5 ലക്ഷം വാങ്ങിയതുകൊണ്ട് നോട്ടീസ് കൊടുത്തില്ല. ഞങ്ങൾ പാർട്ടിയിൽ നിരന്തരമായി പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തു കഴിഞ്ഞ് 2023 KPCCയുടെ 4 ജനറൽ സെക്രട്ടറിമാർ വന്ന് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാക്കി. ഈ തീരുമാനവും കാറ്റിൽ പറത്തി. അതായത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ ഉടൻ രാജിവെക്കണം, ഇദ്ദേഹം 1 വർഷത്തിനുള്ളിൽ രാജിവെക്കണം. ഒന്നും നടന്നില്ല. അപ്പോൾ എല്ലാത്തിനും പണം കൊടുത്താൽ ഇവിടെ നടപടിയൊന്നും ഉണ്ടാകില്ല എന്നതാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഇത്രയും അച്ചടക്ക ലംഘനം നടത്തിയ ഒരാൾക്ക് കൈപ്പത്തി ചിഹ്നം കൊടുക്കാൻ പാടില്ലല്ലോ. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയുന്നു. അവരുടെ കയ്യിൽ ഇദ്ദേഹം ജോസഫ് കുത്തോലി കൊടുത്ത കത്തുണ്ട്. 3 കൊല്ലം കൂടെ നിന്ന് പ്രവർത്തിച്ചോളാം, കോൺഗ്രസുമായി സഹകരിക്കില്ല, നിങ്ങൾ പറഞ്ഞതുപോലെ നിന്നോളാമെന്ന് അവരുടെ പാർട്ടി ഓഫീസിൽ പോയി എഴുതി കൊടുത്ത കത്തുണ്ട്. CPM നേതാക്കന്മാർക്ക് തൻ്റെ ഇടമുള്ളവരാണെങ്കിൽ ആ കത്ത് പുറത്തുവിടട്ടെ.